ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം എന്നല്ലേ ഗ്യാസ് കഴിഞ്ഞിട്ടോ. അപ്പോൾ മോനിക്ക് സ്കൂളും ഉണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ അടുപ്പിൽ വെച്ചിട്ടാട്ടോ ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ അവനെ സ്കൂൾക്ക് ഇടാൻ പറ്റിയതല്ല, കാരണം അവനക്ക് നാളെ ആനുവൽ ഡേ കേട്ടോ, ആനുവൽ ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സ്കൂൾക്ക് വിടണം, കാരണം പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവൻ്റെ വണ്ടി പോയി കേട്ടോ. ഞാൻ ഏതായാലും അവനെ സ്കൂൾക്ക് വിടട്ടെ, എന്നിട്ട് ബാക്കി പറയാം കേട്ടോ. നേരം കൊടുത്ത യോസിട്ടൊക്കെ പിടിച്ചേക്കും. അപ്പം പോയിട്ടോ. ചാടിച്ചു വരുമ്പോ അമ്മ ഇതങ്ങൾ നോക്കിക്കൂടെ ഉണ്ടോ? ഇവിടെ എപ്പോഴേലും അടുപ്പ് പോകുള്ളൂ. ഇന്ന് അടുപ്പ് പോകുള്ളൂ. അബ്ബ ചാടിക്ക ചാടിക്കബ്ബ. ഇവിടെ പമ്പേഴ്സൊക്കെ ഊരാണ്ട്. കറണ്ട് പോയി. ഇതെന്താണ് തപ്പാ നോക്കണു? ഫ്രിഡ്ജിന് വേറെ എന്തായാലും വെക്കും, അത് ഒരു ദിവസം കൊണ്ട് തിന്നത്. അതാണ് ഇവിടുത്തെ പരിപാടി. മുന്തിരി കൂക്കും പോവില്ല. ഇന്നലെ രണ്ടാളും കിടന്നല്ലേ ഇത്. മടക്കൊക്കെ കേട്ടി മടക്കടി. ഞാൻ വിരിച്ചില്ലേ, നിങ്ങൾ മടക്കണം. എൻ്റെ മോനെ സ്കൂളിൽ പോയാൽ പെട്ടെന്ന്, ഇപ്പം നമുക്ക് എങ്ങനെയല്ലേ പെട്ടെന്ന് സമയം പോകില്ല. എത്ര പെട്ടെന്ന് നമ്മൾ സ്കൂളിൽ പോയാൽ നമുക്കൊന്നും കിടക്കാൻ പോലും ഒഴിവുണ്ടാവില്ല. അപ്പം തന്നെ സ്കൂൾ വിട്ട് വരികയും ചെയ്യും കേട്ടോ. എത്ര പെട്ടെന്ന് സമയം പോകാന്ന് പറയാം. നമ്മൾ വിചാരിക്കും പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടക്കാൻ പെട്ടെന്ന്, പക്ഷെ അതൊന്നും പറ്റില്ല. പെട്ടെന്ന് സ്കൂൾ വിട്ട് വരുന്ന പോലെ തോന്നും കേട്ടോ. അങ്ങനെയാണ്. അപ്പം സമയമൊക്കെ അത്രയും ഫാസ്റ്റ് ആയിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ചായ ഒന്ന് ടിവിയുടെ കുട്ടിക്ക് ടിവി ഇട്ടെടുക്ക്. വിഷം നിൽക്കണു. ഒക്കെ എന്താ പറയാ, രാത്രി ഒരു ചെറിയ കഞ്ഞി കുടിച്ചിരിക്കണം. അമ്മമ്മക്ക് ഗുളി കൊടുക്കട്ടല്ലേ. നീ അമ്മക്കൻ്റെ ഒരു ലോഡ് ഗുളി കുടിക്കാണ്ട് ഒന്നും ഒന്നുമില്ല. അതിനെ കുറിച്ചിട്ട് ഞാനേ ഈ ചാനല് ഇപ്പോൾ 2024 സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയ ടൈമിൽ കേട്ടോ. അവിടെ ഇരുന്ന് ചടച്ചിട്ടാണ് യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ മോനും ഞാൻ മോള് വയറ്റിലായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് നാട്ടിലേക്ക്. എന്നിട്ട് മോള് ഡെലിവറി ആയ സമയത്ത് ഇവൻ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്തു ഫുൾ. ഞാൻ എടുത്ത് അത്ര വീഡിയോസൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ റീച്ച് ഉണ്ടായിരുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇവന് വ്യൂസുള്ള വീഡിയോസൊക്കെ വേണ്ടി ഡിലീറ്റ് ചെയ്ത്. ഇനി അതെങ്ങനെ നമുക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എഡിറ്റ് ചെയ്ത ആപ്പിൽ നിന്നൊക്കെ ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫോൺ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ. ഇത് ഇഷ്ടമായി കമൻറ്റിലോട്ട് കുഴപ്പമില്ല നമുക്ക്. പിന്നെ അപ്പോൾ ഏതായാലും കുറേ പണിയുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നുക. ആരെയൊക്കെ പണിത്തരാണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും എല്ലാത്തിനൊരു മെഷീൻ വേണം. ഇപ്പം നമ്മൾ ചെയ്യണ്ടായിരുന്നു കാര്യങ്ങൾ. ഇപ്പം നാളെ അയ്യ അടുക്കള കിടക്കണം നോക്കി നിങ്ങൾ. ഇത് പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ. എൻ്റെ അമ്മ വലിയ ബിരിയാണി ഉണ്ടാക്കിയ പോലെയാണ്. ചോറ് തുറന്നിട്ട് ചോറ് ഊറ്റണം. മറിയാ പണിയുണ്ടല്ലോ. വിൽക്കാൻ്റെ പീപ്പല്ലുണ്ട്. പീപ്പല്ലല്ലേ പല്ല് പറഞ്ഞു തന്നല്ലോ. ഒന്ന് കാണിച്ചു വിട്ടാണ് ഈ പല്ല് പറഞ്ഞത്. കാണിച്ചു വിട്ടാണ് ഈ പെണ്ണിനെ എവിടെ ഇരിക്കൂല. നമ്മളിങ്ങനെ ലേറ്റ് ആവും. തന്നെ പണി മോസ്കൂട്ടതിന്റെ പണി. അത് ഞാൻ കൊടുന്നില്ലേ, അത് പാങ്ങി വെച്ച് മറന്നു. അത് മറ്റേ ക്യാരി ഇതുണ്ടല്ലോ, ക്യാരി ബാഗ്. കുട്ടീനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് അടിച്ചേരെ തുടക്ക പത്രം എന്താ
പറയുമ്പോ നല്ല സുഖാണ്. എനിക്ക് ചെയ്തൂടെ? അതെന്തിനാ സുഖാക്കണോ? ഞാനിവിടെ അങ്ങനെ വെച്ചിട്ട് ചെയ്തീനെ. കാരണം ഇവിടെ ചെറിയ കുട്ടിയൊക്കെ അതായത് ഒരു 4-5 മാസത്തിലൊക്കെ അല്ലേ അങ്ങനെ കാര്യങ്ങൾ മേത്തിച്ചിട്ടാണ് എല്ലാതും ചെയ്തീന് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രയോജനം ഉണ്ട്. നല്ല യൂസ്ഫുൾ തന്നെ കേട്ടോ. അത് നല്ല യൂസ്ഫുൾ ആയി തോന്നിയിരുന്നു. അതാ ചാടി എന്തൊന്ന് ഇമ്മേ കാണിച്ചണ്ട ഫുള്ള് എനിക്ക് കഴിക്കാനാ ഏലുണ്ടത് പോയി എടുത്ത് വെച്ചോ. അത് കൈയുടെ മാറ്റി വെക്ക്. കുട്ടി നീ അങ്ങോട്ട് പോയി കഴിച്ചോ. പറയാ കുളി കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ കുറച്ച് അപ്പം കഴിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഇനി ഉറങ്ങിയിട്ടിട്ടോ ചിലപ്പോൾ ഫുഡ് കഴിക്കോളൂ. ചെറിയൊരു ഉറക്കം കേട്ടോ. ഇത് ജെല്ലൊക്കെ കളഞ്ഞത് പമ്പേഴ്സിനൊക്കെ ഇതൊക്കെ കഴുകി ഉണക്കി വെക്കാണ്ടിരുന്നാലേ അവർ കൊണ്ടുപോകുള്ളൂ. പഞ്ചായത്തുകാർ എന്താ ചെയ്യല്? വന്നുകാണ്ട് പൈസ വാങ്ങിച്ചോണ്ടോ. പക്ഷെ വേസ്റ്റ് അവർ കറക്റ്റിൽ കളക്ട് ചെയ്യുന്നില്ല. പിന്നെ അവർക്കൊന്നും വിളിക്കണം. ഇതിങ്ങനെ ഉണക്കി വെച്ചിട്ടോ. ഉണക്കാൻ വെച്ച് ഓക്കെ. ഇനി ഉണങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരിലേക്ക് മാറ്റാം. ഒരു കോട്ടെ പള്ളിയോട് സ്ഥലം വാങ്ങും. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട്. ഞങ്ങളുടെ ഡ്രസ്സ് കോട്ടെ ഞാൻ സോപ്പും വെള്ളം ഇടട്ടെ. അമ്മ മാറാൻ തുടങ്ങി. എന്നുള്ളത് എന്നും അലക്കണം കേട്ടോ. അല്ലെങ്കിൽ എനിക്കൊരു ദേഷ്യം. ഇങ്ങനെ കുറേ അലക്കാണ്ടാവില്ല. അതെനിക്കിഷ്ടം. എന്നും അലക്കണം. ഇപ്പൊ തന്നെ എന്റെ മോള് നീറ്റു കേട്ടോ. ഗ്യാസ് ഉണ്ടോ? നീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല. ചേട്ടാ എന്നിട്ട് അവൾക്ക് കഞ്ഞി എടുത്തിട്ടില്ലല്ലോ. അപ്പൊ കഞ്ഞി എടുക്കണം. പിന്നെ അടിച്ചോര് തുറക്കണം. വേറെ പരിപാടിയുണ്ട്. അതിനെന്തേലും ഇങ്ങനെ വലിച്ചു നടക്കൊന്നും ഇല്ലെങ്കിലും അങ്ങനെ. അപ്പോഴൊക്കെ ഗ്യാസൊക്കെ കിട്ടിട്ടോ. കാരണം നമുക്ക് ഫുഡ് എടുക്കാൻ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്തിട്ടോ. നമുക്ക് ഇതൊക്കെ ചെയ്ത് ശീലമില്ലേ. അപ്പം അങ്ങനെ പെട്ടെന്നൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആദ്യം എനിക്ക് തീരെ അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊന്നും. പിന്നെ നമ്മൾ പഠിച്ചില്ലേ പറ്റുമോ അല്ലേ, ശീലമായിട്ടപ്പോൾ. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ ഫിറ്റ് ചെയ്തിട്ട് മോക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സെറ്റാക്കി. പിന്നെ അവൾക്ക് ഞാൻ കഞ്ഞി കൊടുക്കുന്നു കേട്ടോ. കാരണം രാവിലെ അധികം കഴിച്ചിട്ടില്ലല്ലോ. അവൾക്ക് അങ്ങനെ പറ്റൂല രാവിലത്തെ. അപ്പോൾ അതൊന്നും കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ കഞ്ഞി ഇങ്ങനെ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ അടിച്ചാലൊന്നും ഇപ്പോൾ കഴിക്കണില്ല, എന്നറിയില്ല. അപ്പോൾ അത് കുറച്ച് കൊടുത്തു കേട്ടോ. കുട്ടിക്ക് എന്തൊക്കെയാണ്? ഇതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള പണി. നാരങ്ങ ഉണ്ടാക്കണ പണിയല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ഉച്ചായിട്ടാണ്. ഓളാണ് നോക്കല്. കുറച്ച് മസാലയും കൂടി തേക്കട്ടോ. ഫിഷ് കറി, ഫിഷ് ഫ്രൈ ഇവിടെ നമുക്ക് ക്ലീൻ ആക്കിട്ടോ. ഇങ്ങനെ അലമ്പായി കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഫ്രിഡ്ജ് അങ്ങോട്ട് തന്നെ
ഈ പെണ്ണ് എന്തൊക്കെയാ അതിൻ്റെ ഇടയിൽ വന്ന് കാട്ടിക്കൂട്ടുണ്ടോ? മീൻകറി എന്താ തളച്ചൊരു മിതമായിട്ടുണ്ടോ? നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. നോക്കി ഗൈസ്, ഗ്യാസൊക്കെ ഓഫാക്കിട്ടോ. എന്നാലും കറി ഇങ്ങനെ തളിച്ച് ഓടിയിട്ടും കുറച്ച് ടൈം. അത് എന്താ സംഭവം? ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. വന്നാലും എൻ്റെ പണി കഴിയില്ല. പോയി കുളിച്ചോളി. മൂത്തമ്മ 5 മണിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിരിക്കണേ. അവിടെ എത്താൻ പറഞ്ഞിരിക്കണേ. ഹലോ, അപ്പം എൻ്റെ കുളി കഴിഞ്ഞിട്ടോ. പിന്നെ അപ്പത്തിന് ഫോണ് ഓഫായി, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ എൻ്റെ മോന് ഇപ്പം സ്കൂളിട്ട് വരില്ല കേട്ടോ. അത്രേ ഉള്ളൂ. പോവാം നമുക്കൊന്ന് കിടക്കാൻ പോലും ടൈം കിട്ടൂല. എന്താ പഠിച്ചു? ഇപ്പം നമ്മൾ ചിലപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കിടക്കാണ്. ഇനി തീരെ കിടക്കാനും ഇരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മോൻ വന്നാൽ പിന്നെ പണി കൂടെ ചെയ്യുള്ളൂ കേട്ടോ, കുറയൂല. ഇനി അവൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ പക്ഷേ ഏതായാലും ഇന്നത്തെ വീഡിയോന് ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ലാഗാവും പിന്നെ കാണിച്ചാൽ നിന്നാൽ. അപ്പോൾ ഇനി മമ്മാൻ്റെ ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഏതായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും.